ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടൈറ്റിൽ കണ്ടത് മിനോക്സിഡിലിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമായിരിക്കും മിനോക്സിഡിൽ എന്താണ്, മിനോക്സിഡിൽ എന്ന മരുന്ന് കുറേ വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഇപ്പോൾ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചായിരുന്നു, ഞാൻ ഇങ്ങനെ പാച്ചി ബേർഡായിട്ടിരുന്ന ഒരാൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഫുള്ളി ഗ്രൗണ്ടായിട്ട് താടി വളർത്തി അല്ലെങ്കിൽ മുടി ഇത്ര വളർത്തി ഇങ്ങനെ എടുത്തു. കാരണം എനിക്ക് കുടുംബപരമായിട്ട് തന്നെ ഈ മുടി കൊഴിച്ചിലുള്ള അല്ലെങ്കിൽ കഷണ്ടിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോഴെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ താടിയും മുടിയും ഒക്കെ ഇങ്ങനെ സെറ്റാക്കി എടുത്തു എന്നുള്ളത്. കാരണം ഞങ്ങളെ ഫ്രണ്ട്സ് കുറേ പേര് തന്നെ താടി ഒട്ടും, കാരണം ഇപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് പോലും ഒട്ടും താടിയില്ലാത്ത ആ ഒരു അവസ്ഥയിലുള്ളവരുണ്ട്. ഇവിടെ അവർക്കൊക്കെ മിക്കവർക്കും നല്ല വിഷമവും ഉണ്ട്. കാരണം നമ്മൾ ഈ താടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കുറച്ച് രോമവും ഒക്കെ ആണെങ്കിൽ പോലും നമ്മളുടെ ഒരു മെച്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് മലയാളീസ് താടിയെ കണക്കാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. അപ്പോൾ മിക്കവർക്കും അതൊരു പ്രോബ്ലമാണ്. ചിലർക്കെന്ന് പറയുമ്പോഴത്തേക്കും ഒരു DHTയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഒരു ഫോർമേഷൻ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ താടി വളരുന്നത്. പക്ഷേ എന്തോ ഒരു ഇതായിട്ട് അത് ഈ DHT കൊണ്ട് തന്നെയാണ് നമ്മളെ മുടി പൊഴിയുന്നത്. ഈ മുടി പൊഴിച്ചതിന്റെ കാരണമാവുന്ന ഏറ്റവും വലിയ കാര്യവും ഈ പറഞ്ഞ DHT ആണ്. അപ്പോൾ ഈ ഒരു മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളീജൻ പ്രൊഡക്ഷൻ കൂടെ, അതായത് കൊളീജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലേറ്റർ ആണത്. താടി വളരാനൊക്കെ ആയിട്ട് നമ്മളുടെ ഒരു ഫോളിക്കിൾസ് തുറക്കാനൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അത് ഈ ഒരു മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ കൊളീജൻ പ്രൊഡക്ഷൻ കൂടെയും അതിനോടൊപ്പം തന്നെ താടിയും മുടിയും നല്ല രീതിയിൽ വളരുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പം പറയുന്ന ഈ ഒരു മിനോക്സിഡിലെ കുറച്ച് സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ നമ്മളുടെ നെറ്റിൽ ഒരുപാട് കിടപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നെഞ്ചിരിപ്പ് കൂടുക, ചിലപ്പം ചൊറിച്ചിലുണ്ടാവുക, അങ്ങനെ ഇറിറ്റേഷൻസ് കാര്യങ്ങൾ, അലർജീസ് ഒക്കെ. പക്ഷേ ഇതിനൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും സ്കിൻ ടോൺ ഡിഫറൻ്റ് ആണ്, സ്കിൻ ടെസ്റ്റ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആദ്യം ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ താടി മിനോക്സിഡിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്വന്തമായിട്ട് ഇന്റർനെറ്റിൽ കയറി അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കയറി, അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് മിനോക്സിഡിന്റെ. ഇപ്പം ബിഗ് ബില്യൺ സെയിൽസ് ഫ്ലിപ്കാർട്ടിൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് മേടിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി വില കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കുറച്ചുകൂടി ഉപകാരപ്പെടും. ഒരു 100 രൂപ അടുപ്പിച്ച് എന്തായാലും കുറവ് എനിക്ക് വരും. അപ്പോൾ ഈ സാധനം മേടിച്ച് അങ്ങനെ തേക്കാൻ നിൽക്കരുത്. പരമാവധി ഒരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു അറിവോട് കൂടി, അദ്ദേഹത്തിന്റെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി ഈ മിനോക്സിഡിൽ നെറ്റിൽ നിന്ന് മേടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കടകൾ എനിക്ക് അറിയാൻ വയ്യ കിട്ടുമോന്ന്. ഞാൻ എപ്പോഴും മേടിക്കുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഈ തരുന്ന ഈ ഒരു ലിങ്കിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു അറിവോട് കൂടി മാത്രം തേക്കുക. കാരണം നമ്മളുടെ സ്കിന്നിന്റെ ടോൺ എന്താണോ, സ്കിന്നിന് എന്തുമാത്രം ഇതിനെ താങ്ങാനുള്ള കഴിവുണ്ടെന്നോ, നമ്മളുടെ ബ്ലഡിന് ഇതിന് അലർജി എത്രമാത്രം കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്നോ നമുക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ അങ്ങനെ എടുത്ത് വെച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഇതൊരു അഫക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കുഴപ്പം, ഒരു ആൽക്കഹോൾ കണ്ടന്റഡ് ആയിട്ടുള്ള ആൽക്കഹോൾ ബേസ്ഡ് ആണ് ഈ പറഞ്ഞ മിനോക്സിഡിൽ എന്ന് പറയുന്നത്. 95% ആൽക്കഹോൾ കണ്ടന്റഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 5% മിനോക്സിഡിൽ ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് പലർക്കും എങ്ങനെ യൂസ് ചെയ്യണം. കാരണം ചിലർ 2 നേരം എടുത്ത് തേക്കും, ചിലർക്ക് തോന്നുമ്പോൾ ഡെയിലി എടുത്ത് തേക്കാറുണ്ട്. പക്ഷെ പരമാവധി 1.5 മാസം അല്ലെങ്കിൽ ഒരു 1.25 മാസം ഒരു മിനോക്സിഡിന്റെ 60 ml കുപ്പി പരമാവധി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാനൊന്ന് ഡെപിക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ഒരു ഐറ്റം ഏതാണ് ആ മിനോക്സിഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞുതരാം. ഇതാണ് മിൻടോപ്പ് എന്ന് പറയുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് മിൻടോപ്പ്. ഏറ്റവും കൂടുതൽ ഇവിടെ റൊഗെയിനും ടുഗെയിനൊന്നും നമ്മളെ നാട്ടിൽ അധികം യൂസ് ചെയ്യുന്നതും കണ്ടിട്ടില്ല. മിക്കവരും മിൻടോപ്പിന്റെ ആൾക്കാരാണ്. ഈ ഡോക്ടർ റെഡ്ഡി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മിൻടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത്രയും നാൾ ഒരു 6 മാസം അടുപ്പിച്ചാണ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം, സംഭവം എന്തൊക്കെയാണ് ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് ഒരു ഫില്ലർ ഉണ്ട്. ജസ്റ്റ് ഇതിനകത്ത് 1 ml 2 ml എന്ന് പറഞ്ഞ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1 ml ആണ് ഡെയിലി നമുക്ക് തലയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഹെയറിൽ യൂസ് ചെയ്യാം. 1 ml അത്രയും പോലും വേണ്ട, ഒരു 3 സ്പ്രേ ഒക്കെ മതിയാവും താടിയിൽ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്തത് സ്പ്രെയർ ആണ്. സ്പ്രെയറിനൊരു
ക്ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളെ എയറിൽ നിന്നൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണ്, അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇതൊരു ആൽക്കഹോൾ ബേസ്ഡ് ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ അടച്ചു വെക്കാവുന്ന രീതിയിൽ ഒരു സ്പ്രേയർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ളത് മിനോക്സിഡിൽ എന്നാണ്. മിനോക്സിഡിൽ ഇതിന്റെ വലിപ്പമൊക്കെ ഉള്ളൂ, കവറിന്റെ വലിപ്പമൊക്കെ ഉള്ളൂ, സാധനം ഇച്ചിരി ഉള്ളൂ. അതാണ്ട് ഈ ഒരു ജസ്റ്റ് ഇത്രയും വലിപ്പം. അപ്പോഴ് ഈ ഒരു ഐറ്റം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ 1.5 മാസം യൂസ് ചെയ്യണം. കാരണം അതിന് മുമ്പ് വെച്ച് നിർത്തിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓവർ ഡോസേജ്, നമ്മൾ ഓവർ യൂസ് ചെയ്യുന്നതാണ് അർത്ഥം. പിന്നെ ഈ പറഞ്ഞ സൈഡ് എഫക്ട്സിൽ ഒന്നാണ് ഇത് യൂസ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ പൊഴിഞ്ഞു പോകുന്നുള്ളത്. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. കാരണം അതിന് വേറൊരു വീഡിയോയുടെ ആവശ്യമില്ലല്ലോ, ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാം. പെട്ടെന്ന് നമ്മൾ ഒരുപാട് നാള് ഇതേപോലെ ഈ ഓവർ ഡോസേജ് യൂസ് ചെയ്ത് അപ്പം ഡെയിലി നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഡേ ടൈം യൂസ് ചെയ്യുന്നുണ്ട്, കുളിച്ചിട്ട് വന്നൊന്ന് യൂസ് ചെയ്യും, ഉച്ചയ്ക്ക് യൂസ് ചെയ്യും, അങ്ങനെ തോന്നുമ്പോൾ എല്ലാം ഈ ഒരു യൂസേജ് ആണെങ്കിൽ അത്രത്തോളം നമുക്ക് കൊളീജൻ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഇതില്ലാതെ പറ്റത്തില്ലെന്നൊരവസ്ഥയാണ്. ഇപ്പം DHT പ്രൊഡക്ഷൻ നമ്മൾ പരമാവധി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതും കൂടി ആലോചിക്കണം. അപ്പോഴ് ഇതില്ലാതെ പറ്റത്തില്ലെന്ന അവസ്ഥയിൽ നമ്മളിപ്പം ഡെയിലി യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഒരു കുപ്പി തീർന്നാൽ പെട്ടെന്ന് ഇതങ്ങ് നിർത്തി വെച്ച്. ഇപ്പോൾ നിർത്തിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇല്ലായ്മയിൽ മുടിക്ക് പിന്നെ വളരാൻ പറ്റാത്തൊരവസ്ഥ വരും. പെട്ടെന്ന് പൊഴിഞ്ഞു പോകും, ചിലപ്പോൾ നമുക്ക് ഉള്ള മുടി വരെ പൊഴിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ, യൂസ് ചെയ്യുന്നതിനകത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡെയിലി നൈറ്റ് മാത്രമാണ്. ഡെയിലി നൈറ്റ് 5 ഡ്രോപ്സ്, അതായത് 5 ഷോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഷോട്ടിൽ 0.2 ml ഡ്രോപ്പ് സ്പ്രേയർ കൂടി വരും. അപ്പോൾ അതേപോലെ 5 സ്പ്രേസ്, 5 സ്പ്രേസ് തലയ്ക്ക് ചുറ്റും. എനിക്കിപ്പം സൈഡിൽ കുഴപ്പമില്ല, താടിയും മുടിയൊന്നും. അപ്പോൾ ഈ ഏരിയ യൂസ് ചെയ്യും, പിന്നെ മിഡില്, ബാക്ക് സൈഡ്. അപ്പോൾ ഇത്രയും ഏരിയാസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 1 ml വെച്ചിട്ട് 5 സ്പ്രേസ് ആയിട്ട് ഞാനിത് നിർത്തും. അതേപോലെ താടി ജസ്റ്റ് 3 സ്പ്രേസ് മാത്രമേ ചെയ്തോളൂ. 1 ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഐറ്റം വേറൊരു കുപ്പി എൻ്റെ ഇരിപ്പുണ്ട്, ഇതിപ്പം പുതിയതാണ്, പൊട്ടിക്കാത്തതാണ്. അപ്പോഴതുകൊണ്ട് ഇത് വെച്ചൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് 1 ഡ്രോപ്പ് ഫ്രണ്ടിൽ, എന്നിട്ട് അത് വെച്ച് തന്നെ ഞാനങ്ങ് മസാജ് ചെയ്യും. കാരണം നമ്മൾ ആൽക്കഹോൾ കണ്ടന്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ യൂസ് ചെയ്യുന്നത് ശരിയാവത്തില്ല ഇതിനകത്ത്. പിന്നെ സൈഡ് ഈ ഒരു ഏരിയയിലായിട്ട്, കാരണം എനിക്ക് പാച്ച് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഇത്ര ഭാഗം, ഈ 3 ഭാഗവും. അപ്പോൾ ഇവിടെയും പാച്ച് ഇപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നില്ലായിരുന്നു, ഇപ്പോഴാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇത് ഉടനെ ശരിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മുടിയിലാണ് ജസ്റ്റ് കാണിച്ചു തരാം. 3, 4 ജസ്റ്റ് ഫ്രണ്ട് സൈഡിൽ 5. ദെൻ അതിട്ടൊന്ന് മസാജ് ചെയ്ത് ഫുള്ളി സെറ്റ് ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാനിപ്പം മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നതിൻ്റെ രീതി. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിർത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എങ്ങനെ അത് നിർത്താമെന്നുള്ളതിന് ഒരു കാര്യമുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിലൂടെ, ഇതിൻ്റെ തൊട്ട് അടുത്ത ശേഷം വരുന്ന നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതും ശരിയാവത്തില്ല. പിന്നെ ആ സ്പെസിഫിക് വീഡിയോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം എങ്ങനെ നിർത്താമെന്നുള്ളതിന് സ്പെസിഫിക് വീഡിയോ വേണ്ടി സെർച്ച് ചെയ്യുന്ന ആൾക്കാർ ഇത് ഇത്ര ഇരുന്ന് കാണേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഇറക്കുന്നതായിരിക്കും. ഇപ്പം ഞാനീ പറഞ്ഞ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, കമൻസിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് കയറിയിട്ട് ചെയ്യാൻ. ഇൻസ്റ്റാഗ്രാമിൽ അത് ഇപ്പോഴേ കയറി ചെയ്യാൻ ഞാൻ പറയത്തില്ല, കാരണം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണത്. അപ്പോഴ് കമൻറ്റിനകത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, ഈ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് കയറി കമൻറ്റ് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ഞാൻ അതിനെല്ലാം പേഴ്സണലി നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. വീണ്ടും കാണാം.